ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. അപ്പം ഇന്നലെ ഒരു സിനിമയുടെ ടീസർ ഇറങ്ങി. രാജാ സാബ്, നമ്മുടെ ഡാർലിംഗ് പ്രഭാസിൻ്റെ സിനിമ. പുള്ളി ഇത് റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകളിലെല്ലാം ഒരു ആക്ഷൻ ഹീറോ, ഒരു ആക്ഷൻ ട്രാക്കാണ് പിടിച്ചതെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു കോമഡി, റൊമാൻറ്റിക്, ഒരു ഹൊറർ പാക്കേജാണ് ഈ സിനിമയിൽ കണ്ടത്. ടീസർ കണ്ടപ്പോൾ തോന്നിയത്. സലാറിലായാലും ശരി, കൽക്കിയിലായാലും ശരി, ഒരു ഡൈനോസർ പ്രഭാസ് ആയിരുന്നു. അപ്പം ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ ഒരു ട്രാക്ക് മാറ്റിയിട്ട് ചെയ്യാറുണ്ട്, ഡാർലിംഗ് പ്രഭാസായിട്ട് മാറാറുണ്ട്. അത് പക്ഷേ എന്നിരുന്നാൽ പോലും ട്രാക്ക് മാറ്റിയിട്ട് ചെയ്തിട്ട് പോലും ചിലതൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ഫ്ലോപ്പായിപ്പോയി. ചിലത് ഈ സലാറും കൽക്കിയും വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് എന്തായാലും ഈ സിനിമയും റിലീസ് ചെയ്യാൻ പോകുന്നത് പല ലാംഗ്വേജുകളിലും, ഹിന്ദി, തെലുങ്കു, മലയാളം എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നുണ്ട് സിനിമ. പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് മാരുതി ദസ്രി എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളിയുടെ ഒരു ട്രാക്കും ചെയ്തിട്ടുള്ളതെല്ലാം ഒരു എൻ്റർടൈനേഴ്സാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. കൂടുതലും റൊമാൻറ്റിക് കോമഡിയും ഹൊറർ കോമഡിയും ബ്ലാക്ക് കോമഡിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ സിനിമകളെന്ന് പറയുമ്പം ഐ തിങ്ക് പുള്ളി ചെയ്തിട്ടുള്ളത് ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നൊരു സിനിമയും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയാവുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത് പക്ക കൊമേഴ്സ്യൽ എന്ന് പറയുന്ന സിനിമ, പിന്നെ പ്രതിരോജ് പണ്ടാകെ എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്. പിന്നെ പുള്ളി ചെയ്തിട്ടുള്ളത്, പുള്ളി എഴുതിയ സിനിമയായിരുന്നു പ്രേമകഥ ചിത്രം എന്ന് പറയുന്നൊരു സിനിമ. അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാർലിംഗ് എന്നുള്ള പേരിൽ. അപ്പം ഡാർലിംഗ് കണ്ടവർക്കറിയാം, അതൊരു ഹൊറർ കോമഡി സിനിമയായിരുന്നു. ഹൊറർ കോമഡി റൊമാൻറ്റിക് ആയിരുന്നു. ഇതും രാജാസാബും അങ്ങനൊരു പ്രൊമൈസ് കാണിക്കുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ പ്രൊമൈസ് കണ്ടപ്പം തോന്നിയത് ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊമൈസാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ടീസർ ഇന്നലെ ഇറങ്ങിയത് കണ്ടപ്പോൾ തോന്നിയത് ഇതൊരു വീണ്ടും തെലുങ്കിലേക്ക്, അല്ലെങ്കിൽ തെലുങ്ക് പ്രേക്ഷകരുടെ കുറച്ചുകൂടെ എന്താ പറയുക, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ചേർത്തിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ അവസാനം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കും ഇഷ്ടമാണ് അതൊക്കെ. പക്ഷേ എന്നിരുന്നാൽ പോലും ടീസർ ഭയങ്കര ഒരു സ്പെഷ്യൽ ടീസറായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ, ഇത് വലിയൊരു വാപ്പിംഗ് ബഡ്ജറ്റുള്ള സിനിമയാണ്. അറൗണ്ട് ഒരു ഒഫീഷ്യൽ സോഴ്സസ് പറയുന്ന അറൗണ്ട് ഒരു 400-500 ക്രോസിന് അകത്ത് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് അതിൻ്റെ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ വളരെ ഒരു 1-2 കൊല്ലമായിട്ട് ഇതിൻ്റെ പ്ലാനിങ്ങിലാണ്, ഈ സിനിമയുടെ പ്ലാനിങ്ങിലാണ്. ഇത് പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി 2024 അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ന്യൂസ് വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു ടീസറിൻ്റെ ഒരു പാക്കേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓക്കെയാണ്. ടീസർ വലിയ എക്സൈറ്റിംഗ് സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ എന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഹൊറർ, റൊമാൻസ്, കോമഡി ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കൂടുതലും സാമ്യം തോന്നിയായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ പ്രൊമൈസ് വായിച്ചപ്പം തോന്നിയത് പ്രൊമൈസ് ഓക്കെയാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത്ര എക്സൈറ്റിംഗ് ഒന്നുമല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു കാശ്മോറ ഫീലാണ് തോന്നിയത്. കാശ്മോറ എന്ന് പറയുന്ന തമിഴ് സിനിമ ഉണ്ടായിരുന്നല്ലോ, 2016 ഇറങ്ങിയാന്ന് തോന്നുന്നു, കാർത്തി അഭിനയിച്ച സിനിമ. അതിൻ്റെ ഏകദേശം ഒരു ആ ഒരു ടെറൈനും മറ്റു കാര്യങ്ങളായിട്ടാണ് തോന്നിയത്. ക്യാരക്ടറിൻ്റെ ബിൽഡപ്പും പിന്നെ ആ കൂടെയുള്ള എർത്ത് ക്യാരക്ടേഴ്സിൻ്റെ റോളുകളായാലും ശരി, പിന്നെ അങ്ങനെ ഒരു ആൾ ഇങ്ങനൊരു വലിയൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പം ചെയ്യുന്ന സംഭവങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു കാശ്മോര എന്ന് പറയുന്നത്. അപ്പം ഏകദേശം അതിനോടടുപ്പിച്ചതോ അല്ലെങ്കിൽ അതുമായിട്ട് ഇതാവുന്ന രീതിയിലുള്ള ഒരു തോന്നലുണ്ടായി, ഒരു ഇൻഡ്യൂഷൻ തോന്നി ആ ടീസർ കണ്ടപ്പോൾ. പിന്നെ VFX വർക്ക്സ് ഒക്കെ കൊള്ളാം.
അത്യാവശ്യം കൊള്ളാം. ഇത് തിയേറ്ററിക്കൽ എങ്ങനെ വരും എന്നുള്ളത് ഇനി കണ്ടറിയണം. പിന്നെ ഇതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്നത് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ വാരിസിൻ്റെയൊക്കെ ക്യാമറാമാനാണ്. വാരിസ്. പിന്നെ ആദിപുരുഷിൻ്റെയൊക്കെ ക്യാമറമാനാണെന്ന് തോന്നുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഇത് തോന്നുന്നുണ്ട്. ഭയങ്കര ഒരു വലിയൊരു എക്സൈറ്റിങ് സംഭവമാണെന്ന് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് വളരെ നാളുകളായിട്ടും എല്ലാ പടങ്ങളും കൂടുതലും പടങ്ങൾക്ക് ചെയ്യുന്ന കോട്ടഗരിയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് നോക്കിയാലും മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ തമൻ ടീസറിൻ്റെ ട്രാക്സ് ഒക്കെ കണ്ടപ്പം അത് തമൻ സിഗ്നേച്ചർ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇനി അറിഞ്ഞുകൂടാ, അറിയില്ല. ഇത് പടം ഇറങ്ങി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ മറ്റു വശങ്ങളിൽ ഇനി പറയാൻ പറ്റുള്ളൂ. എന്തായാലും ടീസർ എക്സൈറ്റിംഗ് അല്ലായിരുന്നു. പ്രഭാസിൻ്റെ പ്രേക്ഷകർക്ക്, ഞാനൊരു പ്രഭാസ് ആരാധകനാണ്, അപ്പം ഇങ്ങനൊരു ടീസർ ഒരിക്കലും നല്ലൊരു സംഭവം. അതിന് പോസ്റ്റേഴ്സിന് കിട്ടുന്ന ഒരു ഇതുപോലും കിട്ടിയില്ല എന്ന് തോന്നി. പോസ്റ്റേഴ്സൊക്കെ ഒരു അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ പോസ്റ്റേഴ്സൊക്കെ. ടീസർ കണ്ടപ്പം വലിയ സംഭവമായിട്ട് തോന്നിയില്ല, ഇമ്പാക്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇനി ഡിസംബറിലാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് റിലീസ്. ഡിസംബർ വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഒരു 5-6 മാസം കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. രാജസ ബൈ, റെട്രോ കാതിക.